ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലാമ്പാണ്, ഒരു ടേബിൾ ലാമ്പാണ്. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഒരു കുറച്ച് സിമെൻറ്റ്, അതേപോലെ ഒരു ബോക്സ്, ഒരു ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം, പിന്നെ ചെറിയൊരു മരത്തിൻ്റെ ചെറിയൊരു പീസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ആദ്യം സ്ക്വയറായിട്ട് ആ ബോക്സിനെ നമ്മൾ ഒഴിവാക്കിയ ചെരുപ്പിൻ്റെ പെട്ടിയോ എന്തെങ്കിലുമൊക്കെ മതി ഇതിന്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, മുറിച്ചെടുക്കുക, അളന്നെടുത്ത് മുറിച്ചെടുക്കുക, സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. ഞാൻ മുറിക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ പെട്ടി മുറിച്ചെടുത്തു. ഇനി ഞാൻ ആ മരത്തിൻ്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ മുറിച്ചെടുത്ത മരത്തിനെ നമ്മൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പീസാക്കി എടുക്കുകയാണ്. അതിനുശേഷം മരത്തിൻ്റെ മുകളിൽ ഒരു 2 സ്ക്രൂ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോക്സിൻ്റെ അളവിൽ ഒരു PVC പൈപ്പിനെ അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു. ഇനി സിമെൻറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ജസ്റ്റ് നമ്മളെ പെട്ടിയിലേക്ക് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കോൺക്രീറ്റ് റെഡിയാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ പെട്ടി മുറിച്ചെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ 2 ബോക്സാണ് ഉണ്ടാക്കുന്നത്. ഒന്നിൽ നമ്മൾ ലൈറ്റും ഒന്ന് നമ്മൾ പ്ലാന്റ് വെക്കാനുള്ള ചെറിയൊരു ബോക്സ്. അപ്പോൾ അതിന് വേണ്ടി രണ്ടാമതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പഴയ പെട്ടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ അതിൻ്റെ അളവിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ഞാൻ വൈറ്റ് സിമെൻ്റ് ആണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതിനൊരു വൈറ്റ് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെൻ്റ് ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ വൈറ്റ് സിമെൻ്റ് ഉള്ളത് കൊണ്ട് വൈറ്റ് സിമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇത് മിക്സ് ചെയ്തെടുത്തു. അതിന് നമ്മൾ മുറിച്ചെടുത്ത ആ കുപ്പി അതിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് സെൻറ്ററിൽ വേണം സെൻറ്ററിൽ വെക്കാം, കുറച്ച് മുന്നോട്ട് കയറ്റി വെക്കണേ, അങ്ങനെ വെക്കാൻ ഇഷ്ടംപോലെ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം കുറച്ച് സെൻറ്ററിലായിട്ട് വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വൈറ്റ് സിമെൻ്റ് മിക്സ് ചെയ്തത് നിറയ്ക്കുകയാണ്. ഈ 2 ബോക്സ് ഞാൻ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ PVC കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കോർണറൊക്കെ ജസ്റ്റ് ഞാൻ ഷാർപ്പൻ ചെയ്തിട്ടൊന്നുമില്ല, ആവശ്യമുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ഡിസൈനിന് വേണ്ടി ഒന്ന് ചെത്തിയെടുത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ സ്പ്രേ ചെയ്യാൻ പോവുകയാണ്, സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ബൾബ് ഓർഡർ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ബൾബ് ഓർഡർ എടുത്തിട്ട് അത് സെറ്റ് ചെയ്ത് നമ്മളെ ഈ ബോക്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അടിയിലൂടെ നമുക്ക് ഹോൾസിലൂടെ ബാക്കോട്ട് എടുക്കാം. ഹോൾസിലൂടെ എടുക്കുകയാണ് നമ്മൾ ഹോൾഡർ. ഓക്കെ, ഹോൾഡർ റെഡിയാണ്. ഇനി നമുക്കിതിൽ ബൾബ് സെറ്റ് ചെയ്യാം. ഞാൻ ഇതിനെ ഒരു ഫിലമെൻറ്റ് ബൾബാണ് ഉപയോഗിച്ചത്. ഫിലമെൻ്റ് അല്ല, LED ടൈപ്പ് വാം ബൾബാണ് ഉപയോഗിച്ചത്. എഡിസൺ ലാമ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ബൾബാണ് ഞാൻ ഉപയോഗിച്ചത്. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത വൈറ്റ് സിമെൻറ്റിൻ്റെ ബോക്സിൽ ഞാൻ ചെറിയൊരു ചെടി വെച്ചിട്ട് അത് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചതാണ്.